പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഞാൻ രണ്ടുപേരും ചിന്തിക്കട്ടെ. ഒത്തൊരുമ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഒത്തൊരുമ വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമുക്കതില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ മാത്രം യൂണിറ്റ് കാണിക്കുന്നതാണ് ഇപ്പോൾ പൊതുവെ കാണിക്കാറ്. ഒത്തൊരുമ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വന്നത് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്, നമ്മളെ ചങ്ക് ബഡീസ്. ഒത്തിരി ആളുകൾ കൂടുമ്പോഴായിരിക്കും പല തോട്ട്സ് വരുന്നത് നമുക്ക്. പണ്ട് കാലത്ത് ഒരു കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് സഹകരിക്കും, അങ്ങനെയൊക്കെ. ഇപ്പം ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം ആൾക്കാർ വരും, അല്ലാത്ത പരിപാടികൾക്കൊന്നും വരില്ല. എല്ലാവരും കൂടി എല്ലാ ദിവസവും വെറുതെ കൂടി ഒന്നുമില്ല, വെറുതെ കൂടി സംസാരിച്ച് വെറുതെ കമ്പനി അടിച്ചിരിക്കുക. ഏറ്റവും വലിയ കൂട്ടായ്മ അതാണല്ല. പലരും ഒത്തുചേരുമ്പോഴാണ് അതിൽ പല അഭിപ്രായങ്ങളുണ്ടാവും, പല ആശയങ്ങളുണ്ടാവും. മനസ്സുകൊണ്ട് അടുപ്പമുള്ളതും അഭിപ്രായങ്ങളും ഒന്നിച്ചു ചേരുമ്പോഴാണ് കൂട്ടായ്മ വരുന്നത്. ഇപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഒരേപോലെ ചിന്തിക്കുന്ന വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു പവറാണ്, അതൊരു സപ്പോർട്ടാണ്, അതൊരു സ്ട്രെങ്ത് ആണ്, അതൊരു കോൺഫിഡൻ്റ് ആണ്. നമുക്ക് ആരാണ് നാളെ ഒരു ക്രിട്ടിക്കൽ ഇതിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത നമ്മൾ ചെറിയൊരു കണക്ഷനുള്ള ഒരു ആളായിരിക്കും, ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കും നമ്മളാളെ ഹെൽപ്പ് ചെയ്യുക. കുറച്ചുകൂടി ഈസി ആയിട്ട് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് യൂണിറ്റിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. When friends are together, you can do whatever you want. You can speak whatever you have in your mind because they are there for you to support you. That's the same thing. Unity is nothing. It is a strength that gives you, and that strength leads to the success. എപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ കാണുന്നത് പിള്ളേരൊക്കെ മൊബൈലിലും ഒക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ആരൊക്കെ അറിയണില്ല, ഒരാളെ അറിയണില്ല. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവരാരാണെന്ന് അടുത്ത വീട്ടിലെ പിള്ളേർക്ക് ഒട്ടും അറിയാൻ പാടില്ല. പിള്ളേർക്ക് അതിനൊന്നും നേരമില്ല, അവർ പബ്ജി കളിക്കാനാണ് അവർക്ക് നേരം. അങ്ങനെയൊന്നും ആവരുത്. നല്ല കൊച്ചുങ്ങളായിട്ട് പബ്ജി ഒന്നും കളിക്കാതെ എല്ലാവരുമായിട്ട് അറിയുകയും പിടിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ അതാണ് കൂട്ടായ്മ. ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് ജനറേഷനിൽ യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ആക്ച്വലി ഇഫ് യു ആർ ഗെറ്റിംഗ് ഓൾ ഇൻ എ ഓൾഡ് ജനറേഷൻ വി ഫൈൻഡ് മോർ യൂണിറ്റി ഇൻ among ourselves. Now everybody are splitted and everybody are away from unity. So getting along into unity, you as a youngsters has to get into this platform and do things. That's all one thing I can get. ഉറുമ്പുകൾ അവരെ ഒറ്റയ്ക്ക് അതിനെ കൊണ്ട് പറ്റില്ല, പക്ഷെ ഒറ്റയ്ക്ക് ഒരുമിച്ചാണെങ്കിൽ അവർക്ക് എന്തും പറ്റും. അതുപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും കാര്യം, മനുഷ്യരായാലും എന്താണെങ്കിലും. സോ ഒരു സക്സസ്ഫുൾ ഫാമിലി ആണെങ്കിലും ഒരു സക്സസ്ഫുൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും വർക്ക് പ്ലേസ് ആണെങ്കിലും യൂണിറ്റി ഉണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ സക്സീഡ്, വി ക്യാൻ ഡു വാട്ട് എവർ വി വാണ്ട്. നമ്മുടെ ഈ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊന്നും കുഴപ്പമില്ല, എല്ലാവരുമായിട്ട് നല്ല ഒത്തൊരുമയായിട്ട് പോണ ഒരു സംഭവമാണ്. ഈ ഫ്ലാറ്റിലൊക്കെ നമ്മൾ പോയി കണ്ടാൽ അറിയാം, തൊട്ടടുത്ത് താമസിക്കുന്നവരെയൊക്കെ ആരും അറിയില്ല. നമ്മൾ ഒരു കാര്യം സിംഗിളായിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക മാക്സിമം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ വർക്കിലൂടെ ആയിരിക്കും. ഒരു കൂട്ടായ പരിശ്രമമാണ് ഒരു വിജയം. ഇപ്പോൾ ഈ ഞങ്ങളുടെ ഈ ഭാഗത്ത് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സൊക്കെ വഞ്ചിയായിട്ട് ഇറങ്ങും. എന്നുവെച്ചാൽ ഇവിടെ ഒഴുകി വന്ന തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വഞ്ചിയിൽ ശേഖരിച്ച് ഇവിടെ ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുക്കൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് അതൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് എന്തുമാത്രം നടക്കുമെന്ന് പറയാൻ പറ്റില്ല. നമുക്കിന്ന് സുഹൃത്ത് ബന്ധങ്ങളൊന്നും കുറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും അവരവരിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുക. കാരണം അവരവരുടേതായ തിരക്കുകളും കാര്യങ്ങളായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുക. പല സംവിധാനങ്ങളും വിജയിക്കാതെ പോകുന്നതിൻ്റെ കാരണവും ഈ യൂണിറ്റ് ഇല്ലായ്മ. പലവർക്കും 100 തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കുള്ളൂ. അതിനെ യൂണൈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ആരും കൊണ്ടുവരില്ല. പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അജണ്ടേൻ്റെ പേരിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് മോശം യൂണിറ്റി ആവാറുണ്ട്. അത് അവരുടെ വീക്ക്നെസ് ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ആ ഒരു അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു വലിയ സമൂഹത്തിന് ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ചേർന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും വരികയാണെങ്കിൽ തന്നെ അത് അവരുടെ വീക്ക്നെസ്, അല്ലെങ്കിൽ അത് യൂണിറ്റിയുടെ അത് ഏറ്റവും വലിയ വീക്ക്നെസ്. പക്ഷെ എപ്പോഴും അത് ഭൂരിപക്ഷമാവാൻ ചാൻസ് ഒരിക്കലും ഇല്ല. എപ്പോഴും ഹ്യൂമാനിറ്റീൻ്റെ പേരിൽ തന്നെ നമ്മളെല്ലാം ചെയ്യാറുള്ളൂ. പക്ഷെ എന്നാലും സംടൈംസ് യൂണിറ്റി ഓൾസോ കോസ് പ്രോബ്ലംസ്. വേണ്ടാത്ത കാര്യങ്ങളിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ യൂണിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പം നമുക്ക് രാഷ്ട്രീയത്തിൽ തന്നെയാണെങ്കിൽ തന്നെ നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും ചീത്ത കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ആളുകൾ യൂണിറ്റി യൂസ് ചെയ്യുന്നത്. ചില സൗന്ദര്യപ്പണക്കങ്ങളാണ് എല്ലാ യൂണിറ്റികളിലും പ്രശ്നങ്ങൾ. അതൊക്കെ തന്നെ ചെറിയൊരു സംസാരത്തിൽ തന്നെ അത് 2 ദിവസം 1 ദിവസമൊക്കെ നീളുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലായിടത്തും സംസാരിക്കുക, തീർക്കുക,
എല്ലാം ശരിയാവും. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ വെച്ചാൽ. Until and unless any person in that group doesn't backstab you and is there with you for anything, I don't think there's any disadvantage in unity. ചൂസിങ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് പ്ലേസ്, ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയും. നമ്മൾ റൈറ്റ് ആയിട്ട് ഒരാളെ ചൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന യൂണിറ്റി കൊണ്ടൊരു യൂസ് ഉണ്ടാവില്ല നമുക്ക്. അതാണ് എൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. If you find in relation, if you find in friendship, if you find in any even workplace also, it's not there. So I feel get unity and be unity and work with unity. That's all is my suggestion.